എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉണ്ണിമോളാണെങ്കിൽ ഭഗവാന്റെ മുന്നിൽ നമ്മുടെ അയ്യപ്പസ്വാമിയെ വിചാരിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് മുന്നിൽ ആ ഒരു കണിയൊക്കെ ഒരുക്കിയിരുന്ന കാഴ്ച വളരെ മനോഹരമായി തന്നെയാണ് ഉണ്ണിമോൾ ആ ഒരു കാര്യമൊക്കെ ചെയ്തത്. നമ്മുടെ ഗിരിദേവന്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ണിമോൾക്ക് അതിഗംഭീരമായി തന്നെ ഒരു കണി ഒരുക്കാനായിട്ടൊക്കെ സാധിച്ചു. അങ്ങനെ തിരുമേനി പറയാണ്, ഉണ്ണിമോള് ഭഗവാന് വേണ്ടി ചെയ്തത് ഉണ്ണിമോളുടെ മനസ്സിൽ ആ ഒരു നന്മകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ നന്നായിട്ട് തന്നെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. ഭഗവാന്റെ വിഗ്രഹം ഒന്ന് നോക്ക്, എന്ത് ഐശ്വര്യമാണ്, ഭഗവാന്റെ ആ ഒരു ചിരി ഒന്ന് കാണ് എന്നുള്ള രീതിയിൽ തിരുമേനി ഇതൊക്കെ പറയുമ്പോൾ ഉണ്ണിമോൾക്കും വലിയ സന്തോഷമായി കേട്ടോ. ഉണ്ണിമോള് പറയുന്നുണ്ട്, തിരുമേനി ഇനി എനിക്ക് പോവേണ്ടത് എൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. എൻ്റെ മുത്തശ്ശിയെ എനിക്ക് കാണണം. ശബരിമലയ്ക്ക് പോയതിന് ശേഷം എൻ്റെ മുത്തശ്ശിയെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മുത്തശ്ശിക്കായിട്ടൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോള് തിരുമേനിയോട് യാത്രയൊക്കെ പറഞ്ഞിങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് വാവ പറയാണ്, എന്നാ നമുക്ക് ഈ ഒരു ആൽമരച്ചോട്ടിലൊന്ന് ഇരുന്നാലോ. അപ്പൊ ഉണ്ണിമോൾ ഇങ്ങനെ ആ ഒരു കഥയുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഭഗവാൻ പകുതി പറഞ്ഞു നിർത്തിയ ആ ഒരു കഥ നമ്മുടെ കൊന്നമരത്തിന്റെ കഥ തന്നെയാണ്. അങ്ങനെ കൊന്നമരത്തിന്റെ ആ ഒരു കഥ ഗിരിദേവ എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോൾ പറഞ്ഞ പിന്നെ നമ്മുടെ ഗിരിദേവൻ അപ്പീലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗിരിദേവൻ പറയുന്നുണ്ട്, വാ നമുക്ക് അവിടെ ഇരിക്കാം. ഇരുന്നതിന് ശേഷം ഉണ്ണിമോൾക്ക് വേണ്ടി ഗിരിദേവൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ആ ഒരു കഥ പറയാൻ തുടങ്ങുമ്പം വാവ പറയുന്നുണ്ട്, അതെ ഉണ്ണിമോൾക്ക് കഥ എന്ന് കേട്ടാൽ പിന്നെ ഊണും ഇല്ല ഉറക്കവും ഇല്ല. അതും സൽക്കഥകൾ കേൾക്കാനാണ് ഉണ്ണിമോൾക്ക് ഏറ്റവും അധികം താല്പര്യം. അതുകൊണ്ട് ഗിരിദേവ മടിക്കാതെ ഉണ്ണിമോൾക്ക് ആ ഒരു കഥ പറഞ്ഞു കൊടുക്ക്. കൊന്നമരം ദാ വളരെ സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെ സങ്കടത്തിലിരുന്ന് ശ്രീരാമചന്ദ്രനെ വിളിച്ച് പ്രാർത്ഥിച്ച കൊന്നമരത്തിന് മുന്നിൽ ആ ഒരു ശ്രീരാമചന്ദ്ര പ്രഭു അവതരിക്കുകയാണ്. അപ്പം ആ ഭഗവാൻ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എൻ്റെ 8ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ, ആ ഒരു ശ്രീകൃഷ്ണന് മാത്രമേ കൊന്നമരത്തിന്റെ ആ ഒരു സങ്കടം മാറ്റാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് വരെ കൊന്നമരം കാത്തിരിക്കണം. നിനക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു ദുഷ്പേര് മാറാൻ എന്നുള്ള ആ ഒരു അരുളിപ്പാട് ചെയ്ത് ഭഗവാൻ അവിടുന്ന് പോവുകയാണ്. അപ്പം അങ്ങനെയാണ് കൊന്നമരത്തിന് ശാപമോക്ഷം കിട്ടുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ഗിരിദേവൻ ഉണ്ണിമോളുടെ അടുത്ത് പറയാണ്. അപ്പം അതിന് പിന്നില് അപ്പൊ ഈ കൊന്നമരത്തിന് നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമല്ലോ, ആ ഒരു പൂക്കൾക്ക് പിന്നിലും ഒരു കഥ തന്നെ ഉണ്ട് ഉണ്ണിമോളെ. അപ്പം ആ ഒരു കഥ ഉണ്ണിമോൾക്ക് കേൾക്കണ്ടേന്ന് ചോദിക്കുമ്പം ആ കേൾക്കണം ഗിരിദേവ, എനിക്ക് വളരെ ഇഷ്ടമാണ്, എനിക്ക് ആ കഥ കേട്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഉണ്ണിമോള് വലിയ താല്പര്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഗിരിദേവൻ ആ ഒരു കഥ പറയുകയാണ്. ഒരച്ഛനും ഒരമ്മയും ഒരു മോനും ഒക്കെ കൂടി ജീവിക്കുന്ന ആ ഒരു വീട്, ആ ഒരു വീട്ടില് അവന്റെ അച്ഛനാണെങ്കിലോ ഒരു തസ്കരൻ തന്നെ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ ആ ഒരു മോഷണ കുറ്റത്തിന് നാട്ടുകാരെല്ലാരും കൂടി പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന ആ ഒരു സമയം ആ കുഞ്ഞും ആ ഒരു അമ്മയും വളരെയധികം വേദനിച്ചാട്ടോ നിന്നത്. അപ്പം തൻ്റെ അച്ഛൻ കള്ളനായതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെ ആണെങ്കിൽ അവന്റെ പേര് ഉണ്ണിക്കുട്ടാന്നാണ്. ഉണ്ണിക്കുട്ടനെ ആരും തന്നെ കൂട്ടുന്നില്ല കളിക്കാനായിട്ട്. അങ്ങനെ ഉണ്ണിക്കുട്ടൻ വളരെ സങ്കടത്തില്. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഒരു അമ്പലവാസി കുട്ടി തന്നെ ആയിരുന്നു. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആയിരുന്നു അവൻ്റെയും ഇഷ്ടദൈവം. അങ്ങനെ ഭഗവാന് മുന്നിൽ പോയി അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അവനാണെങ്കിലോ കളിക്കാൻ ആരുമില്ല, അതുപോലെ തന്നെ കൂട്ടുകാരാരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ഉണ്ണിക്കുട്ടന് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഉണ്ണിക്കുട്ടന്റെ ഈ സങ്കടങ്ങളൊക്കെ കണ്ട ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും ഉണ്ണിക്കുട്ടന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതൊരു കുട്ടി കൃഷ്ണന്റെ രൂപത്തിൽ തന്നെ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് തൻ്റെ കൂട്ടുകാരനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ണിക്കുട്ടൻ ഭയങ്കര സന്തോഷിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിലോ തൻ്റെ അച്ഛൻ കള്ളനാണെന്നും തന്നെ മറ്റാരും കളിക്കാൻ പോലും കൂട്ടുന്നില്ലെന്നും ഉള്ള കാര്യമൊക്കെ ഭഗവാന് മുന്നിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുകയാണ് ഉണ്ണിക്കുട്ടൻ. അങ്ങനെ പറയുന്ന സമയത്ത് ഭഗവാനാണെങ്കിൽ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് തൻ്റെ ആ ഒരു പൊന്നരഞ്ഞാണം സമ്മാനമായി നൽകുകയാണ്. അപ്പം സമ്മാനമായി ആ ഒരു പൊന്നരഞ്ഞാണം കിട്ടിയ ഉണ്ണിക്കുട്ടന് വളരെ സന്തോഷമായി കേട്ടോ. ഈ കഥകളൊക്കെയാണ് ഇനിയിപ്പോൾ നാളെ നമ്മുടെ മാളികപ്പുറത്തിൽ വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഗിരിദേവൻ ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ആ ഒരു ഇടയിൽ നമ്മളെ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിലോ വളരെ സങ്കടത്തിലാണ്. ഉണ്ണിമോള് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതുമല്ല തൻ്റെ ഒരേ ഒരു മകനെ പിരിഞ്ഞ് ഇപ്പം താനാണെങ്കിൽ ഒരു റൂമിൽ അന്യയെപ്പോലെ ജീവിക്കുകയാണ്. അതൊന്നും നമ്മുടെ മുത്തശ്ശിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്.
അപ്പം അനസൂയാണെങ്കിലോ വൈഡൂര്യനാഗം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ ദേഷ്യത്തിലും ഒക്കെയാണ്. അപ്പം ഈ സങ്കടങ്ങളെല്ലാം ഇനി അയ്യപ്പസ്വാമിക്ക് മാത്രമേ മാറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പം നമ്മളെ കാണിക്കുന്നത് ആ ഒരു അനസൂയയുടെ മുതലടിച്ചു മാറ്റാൻ നോക്കിയ അനുപമയെയും മിനിയെയും ജയനെയും ഒക്കെയാണ്. ചേടാ, ഈ ഒരു വൈഡൂര്യനാഗം ഇതിപ്പം എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? എന്തായാലും അത് ആരോ ഒരാള് നമ്മൾ ഒന്നെങ്കിൽ കുഴിച്ചിടുന്നത് കണ്ടെടുത്ത് ഒരാൾ അത് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അത് കണ്ടേനല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ വീണ്ടും കാണിക്കുന്നത് ഉണ്ണിമോളുടെ ആ ഒരു കഥ കേൾക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഭഗവാൻ കൃഷ്ണൻ ആ ഒരു ഉണ്ണിക്കുട്ടനെ സമ്മാനിച്ച പൊന്നരഞ്ഞാണവുമായിട്ട് ഉണ്ണിക്കുട്ടൻ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പം അമ്മയാണെങ്കിലോ ഈ ഒരു പൊന്നരഞ്ഞാണം കണ്ടതും അമ്മയ്ക്ക് ആദ്യം ഭയപ്പാടാണ് ഉണ്ടായത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ രൂപത്തിലുള്ളൊരു കുഞ്ഞു വന്നു, അവൻ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, അവനാണ് എനിക്ക് ഈ ഒരു സമ്മാനം നൽകിയത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അമ്മ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആ ഒരു ക്ഷേത്ര നടയില് തിരുമേനി ആ ഒരു വാതില് നട തുറക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഭഗവാനെ അണിയിച്ചിരുന്ന ആ ഒരു പൊന്നരഞ്ഞാണം കാണാതെ പോകുന്നതായിട്ടാണ്. അപ്പൊ അത് ഈ ഒരു ഉണ്ണിക്കുട്ടന്റെ കൈവശം ഉണ്ട് എന്നുള്ളത് ചില ആൾക്കാർ പറഞ്ഞറിയുന്ന ആ ഒരു തിരുമേനിയും കൂട്ടരും ഒക്കെ കൂടി ഉണ്ണിക്കുട്ടന്റെ വീട്ടിലേക്ക് വീണ്ടും വരികയാണ്. ഒരു കള്ളന്റെ മകനാണ് ഉണ്ണിക്കുട്ടൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവനാണ് ഇതും മോഷ്ടിച്ചത് എന്നുള്ള ആ ഒരു കാര്യം ആ ഒരു നിഗമനത്തിലെത്തുകയാണ്. ഇതൊന്നും സഹിക്കാതെ ആ ഒരു അമ്മയാണെങ്കിലും തൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു പൊന്നരഞ്ഞാണം വലിച്ചങ്ങ് എറിയാണ്. എറിഞ്ഞ ആ ഒരു അരഞ്ഞാണം ചെന്ന് വീഴുന്നത് ശാപം കിട്ടിയ നമ്മുടെ ആ ഒരു കൊന്നമരത്തിലേക്കാണ്. അങ്ങനെ ആ ഒരു കൊന്നമരം നിറയെ പൂക്കള്, നല്ല മഞ്ഞ കണിവർണ്ണ പൂക്കള് അങ്ങ് വിടർന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിങ്ങനെ വിടർന്നതോട് കൂടി തന്നെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമാണ് കൊന്നമരത്തിന് ലഭിച്ചത്. അങ്ങനെയാണ് നമ്മുടെ കൊന്നമരത്തിന് നിലവിൽ ലഭിച്ച ആ ഒരു ശാപമൊക്കെ മാറിക്കിട്ടുന്നത്. ഇതാണ് കൊന്നമരത്തിന്റെ ആ ഒരു കഥയായിട്ട് നമ്മുടെ അയ്യപ്പസ്വാമി ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ നമ്മുടെ മാളികപ്പുറത്തിന്റെ വിശേഷത്തിൽ വരുന്നത്. പ്രൊമോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്